السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സൂറത്തുൻ നൂറിലൂടെ നമ്മെ അറിയിച്ചു, യുഖല്ലിബുല്ലാഹു അൽ-ലൈല വൻ-നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്പകലുകളെ മാറ്റി മറിച്ചു കൊണ്ടുവരുന്നവനാകുന്നു. തീർച്ചയായും ആ കാര്യത്തിൽ ഉൾക്കാഴ്ചയുള്ളവർക്ക് ഗുണപാഠമുണ്ട്. സഹോദരങ്ങളെ, രാപ്പകലുകൾ മാറി മാറി വരുന്നു. വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും ഇങ്ങനെ മാറി മാറി വരുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. ചൂടും തണുപ്പും മാറി മാറി വരുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ വരുന്നു, അത് മറയുന്നു. ഇങ്ങനെയുള്ള ഓരോ മാറി മാറി വരുന്ന ഓരോ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ചിന്തിക്കുന്ന, ഉൾക്കാഴ്ചയുള്ള, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട്. സഹോദരങ്ങളെ, ഈ മാറി മറിയുന്ന രാപ്പകലുകളും ദിവസങ്ങളും വർഷങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം വെറുതെ ഇങ്ങനെ സംഭവിക്കുന്നതല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളിലേക്ക് രാപ്പകലുകളുടെ മാറി മാറി വരുന്ന അവസ്ഥകളിലേക്ക് നോക്കുന്നത് മറ്റുള്ളവർ നോക്കുന്നത് പോലെയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, മുഅ്മിനീങ്ങളുടെ വാക്യപ്രകാരമാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാതിലാ, റബ്ബേ, നീ ഇതൊന്നും സൃഷ്ടിച്ചത് വെറുതെയല്ല, വ്യർത്ഥമായി അടിസ്ഥാനരഹിതമായി ഒരു കാര്യവുമില്ലാതെ വെറുതെ പടച്ചതല്ല റബ്ബേ എന്നാണ് മുഅ്മിനീങ്ങളുടെ വാക്ക്.
സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ്. നമ്മിൽ പലരും സ്ഥിരമായി നിരന്തരമായി പരസ്പരം പരാതി പറയാറുണ്ട്. എന്തൊരു ചൂടാണ്! ചൂടിന്റെ കാഠിന്യം ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ വരെ ആവാറുണ്ട്. ഈ ചൂട്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് സഹോദരങ്ങളെ, അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നമുക്കൊരുപാട് ചിന്തിക്കാൻ മാത്രം അല്ലാഹു റബ്ബുൽ ആലമീൻ ഗുണപാഠം നിശ്ചയിച്ചിരിക്കുന്നു. ഈ അനുഭവിക്കുന്ന ചൂടെന്നത് നമ്മെ ഓരോരുത്തരെയും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഒരുക്കിവെച്ച നരകത്തിന്റെ ചൂടിനെ ഓർമ്മപ്പെടുത്തണം. അതിൽ നിന്ന് ഓടി അകലാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ, നരകം അതിന്റെ റബ്ബിനോട് ആവലാതി ബോധിപ്പിച്ചു. ഫഖാലത്ത്, നരകം പറഞ്ഞു, റബ്ബി അകല ബഅദി ബഅദാ, എന്റെ റബ്ബേ, ഇതാ എന്നിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യം കൊണ്ട്. ഫഅദിന ലഹാ ബിനഫസൈൻ, അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിന് 2 നിശ്വാസത്തിന് അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫി, തണുപ്പുകാലത്തും ചൂടുകാലത്തുമാണ് ആ 2 നിശ്വാസങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, فأشد ما تجدون من الحر وأشد ما تجدون من الزمهرير, ആ നരകത്തിന്റെ 2 നിശ്വാസത്തിൽപ്പെട്ടതാണ് കടുത്ത ചൂട്. നാം അനുഭവിക്കുന്ന ഈ കടുത്ത ചൂട് എന്നത് നരകത്തിന്റെ ഒരു നിശ്വാസം മാത്രമാണ്. അതുപോലെ തന്നെ കടുത്ത കൊടും ശൈത്യമെന്നത് നരകത്തിന്റെ ഒരു നിശ്വാസം മാത്രമാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നരകം ഒരു നിശ്വാസം, ഒരു ശ്വാസം ഒന്ന് പുറത്തേക്ക് വിട്ടപ്പോൾ ദുനിയാവിൽ കടുത്ത ചൂട് സംഭവിക്കുന്നുവെങ്കിൽ ആ നരകത്തിന്റെ ചൂട്, ആ നരകത്തിൽ ഉള്ള ചൂട് എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാറുകും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കത്തിക്കുന്ന തീന്റെ 70 ഇരട്ടി ചൂടുണ്ട് നരകത്തിന്റെ തീക്ക്. ഖാലു, സഹാബത്ത് പറഞ്ഞു, വല്ലാഹി ഇൻ കാനത് ലകാഫിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ കത്തിക്കുന്ന ഈ ഒരു ഭാഗം, ആ തീ തന്നെ, ആ ചൂട് തന്നെ മതിയായതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അൻ, തീർച്ചയായും നരകത്തിൽ ഇവിടെ കത്തിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ കൂടെ 69 ഇരട്ടി കൂടി വർദ്ധിപ്പിക്കപ്പെടും. കുല്ലുഹാ മിസ്ലു ഹർരിഹാ, 70 ഇരട്ടിയിൽ ഓരോ ഭാഗത്തിനും 70 ഇരട്ടി ചൂടുണ്ടായിരിക്കുമെന്നാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ നോക്കൂ, നരകത്തിന്റെ ചൂട്, ആ ചൂട് നമ്മൾ ഈ അനുഭവിക്കുന്ന ദുനിയാവിലെ ചൂടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. എന്നാൽ ഈ ചൂട് നമ്മെ ആ നരകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ നരകത്തെക്കുറിച്ച് ധാരാളം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തിൽ നിന്ന് ഓടിയകലാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹു പറയുന്നു, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, ആ നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടാൽ അവരതാ അവിടെ വെച്ച് നരകത്തിന്റെ ഗർജനം കേൾക്കുകയാണ്. നരകത്തിന് ഗർജനമുണ്ട്, അതിങ്ങനെ ആർത്തിരമ്പി വരും. അല്ലാഹു പറയുന്നു, തകാദു തമയ്യസു മിനൽ ഗൈദ്, സഹോദരങ്ങളെ,
അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിക്കുന്നു, നരകം അതാ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പൊട്ടിത്തെറിക്കാറായിരിക്കുന്നു. അതിന്റെ ഗർജനം അതിങ്ങനെ ആർത്തിരമ്പി വരും അതിന്റെ ആളുകളിലേക്ക്. നരകത്തിന്റെ തീയിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് നരകമത തിളച്ചുമറിയുന്നു. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, നരകത്തിൽ ചെന്നു പതിക്കുന്ന ആളുകളോട് അതിന്റെ പാറാവുകാർ ചോദിക്കും, നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നില്ലയോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അത് അല്ലാഹു പറയുന്നു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്. നരകാവകാശികളെ നരകം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ. ആ നരകത്തിന്റെ ഗർജനവും ആ നരകം ഇങ്ങനെ നരകത്തീ ഇങ്ങനെ ആർത്തിരമ്പി വരുന്നതും അവരെങ്ങനെ അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കാഠിന്യം പറഞ്ഞ, നരകത്തീയിന്റെ കടുപ്പം പറഞ്ഞ ചില ആയത്തുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. ധാരാളം അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടാതെ പിന്തി നിൽക്കുകയുണ്ടായി. അവരോട് ചോദിച്ചപ്പോൾ കടുത്ത ചൂടാണ്, ശക്തമായ ചൂടാണ് എന്ന ഒഴികഴിവുകൾ പറഞ്ഞ് ചില ആളുകൾ പിന്തി നിന്നു. എന്നാൽ മുഅ്മിനീങ്ങൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും ആ ചൂട് സഹിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, ഖുൽ നബിയെ പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിലെ തീ എന്നത് അതിനേക്കാൾ കടുത്തതാണ്, കടുത്ത ചൂടാണ് നരകത്തിനുള്ളത്, അവർ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഫൽയദ്ഹഖൂ ഖലീലാ വൽയബ്കൂ കസീറാ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അവർ കുറച്ചു മാത്രം ചിരിച്ചുകൊള്ളട്ടെ, ധാരാളമായി കരയുകയും ചെയ്യട്ടെ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തി, ദുനിയാവിലെ ചൂട് എന്നതൊന്നുമല്ല, മറിച്ച് നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിലെ ചൂടെന്നത് കടുത്ത ചൂടാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മിൽ പലരും പല കാരണങ്ങളും പറഞ്ഞു മാറി നിൽക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ ആയത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ച നരകത്തേക്കാൾ ഒരു ചൂട് ദുനിയാവിലുണ്ടോ? ഒരു പ്രയാസം ദുനിയാവിലുണ്ടോ? ദുനിയാവിൽ ഏത് കാരണം പറഞ്ഞ് റബ്ബിനെ ധിക്കരിക്കാൻ നാം തുനിയുമ്പോൾ ഓർമ്മിക്കുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിലെ ചൂടെന്നത് അത് കടുത്ത ചൂടാകുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, പരലോകത്ത് നരകം കൊണ്ടുവരപ്പെടും. അവിടുന്ന് പറഞ്ഞു, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം. നരകം അർദുൽ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടും. 70,000 ചങ്ങല കണ്ണികൾ ഉണ്ടാകും നരകത്തിന്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ. നരകത്തിന്റെ ഓരോ ചങ്ങല കണ്ണിയിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നരകം, അതിന് 70,000 ചങ്ങല കണ്ണികളുണ്ട് എന്നാണ്. ഓരോ ചങ്ങല കണ്ണികളിലും 70,000 മലക്കുകൾ ഉണ്ടാകും. എന്നിട്ട് ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ആ നരകത്തിന്റെ വലിപ്പവും വ്യാപ്തിയുമാണ് അറിയിക്കുന്നത്. അഥവാ കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടാകും. എന്നിട്ട് ആ നരകത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവരുമെന്നല്ല, മറിച്ച് വലിച്ചു കൊണ്ടുവരുമെന്നാണ്. നരകത്തിന്റെ ആഴവും നരകത്തിന്റെ വലിപ്പവും നരകത്തിന്റെ വ്യാപ്തിയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാ നരകത്തിലെ
കേവല പാനീയത്തിന്റെ അവസ്ഥ പോലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഇന്നും വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി, അതാ വാലിമുകൾ, അതിക്രമകാരികൾ, അവരെ നരകത്തി വലയം ചെയ്യും. അതാ അവർ ആ നരകത്തിൽ ദാഹിച്ചു വലഞ്ഞുകൊണ്ട് വെള്ളത്തിന്, പാനീയത്തിന്, ഒരിച്ചു വെള്ളത്തിന് സഹായാർത്ഥന നടത്തും. യുഗാസു ബിമാഇൻ കൽമുഹൽ, അപ്പോൾ അതാ ഈയം ഉരുക്കിയതുപോലെയുള്ള കടുത്ത ചൂടുള്ള പാനീയം അവർക്ക് നൽകപ്പെടും. യേശ്വിൽ വുജൂഹ്, ആ പാനീയം അതാ കുടിക്കാൻ വേണ്ടി മുഖത്തേക്ക്, വായയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മുഖം കത്തിക്കരിഞ്ഞു പോകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബിഅസ ശറാബ്, അതെത്ര മോശമായ പാനീയമാണ്. വസാഅത് മുർതഫഖ, അതെത്ര മോശമായ അവസ്ഥയാണ്, സങ്കേതമാണ് ആ നരകം. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ആ നരകത്തിലെ ഒരു പാനീയത്തിന്റെ അവസ്ഥയാണിത്. അത് കുടിക്കാൻ മുഖത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കുമ്പോൾ മുഖം കത്തിയെരിയുമെന്നാണ്. അതാ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്ത് മുഹമ്മദിൽ നമുക്ക് കാണാം, വസുഖൂ മാഅൻ ഹമീമൻ, ചുട്ടുപൊള്ളുന്ന കടുത്ത ചൂടുള്ള വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ഫഖത്തഅ അംആഅഹും, അതങ്ങ് കുടിക്കുമ്പോൾ അതാ അവരുടെ ആമാശയം, കുടൽമാല, അത് പുറത്തേക്ക് വീഴുന്നതാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് അല്ലാഹു ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം നന്നാക്കാൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ, നരകത്തിൽ നിന്ന് ഓടിയകലാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ദുനിയാവിലെ ചൂട്, ഈ കാലാവസ്ഥ, നാം കത്തിക്കുന്ന തീ, അതാ നമുക്ക് മുന്നിൽ, നമുക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, ഇതെല്ലാം നരകത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആ നരകത്തിന്റെ ഭയാനകത ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയുള്ള ചൂട് സഹിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നരകത്തിലെ ചൂട് എങ്ങനെ നമുക്ക് സഹിക്കാൻ സാധിക്കും? കുറച്ചു കാലം നരകത്തിൽ കിടന്ന് പിന്നീട് സ്വർഗത്തിൽ കിടക്കാമല്ലോ എന്ന വ്യാമോഹം പല ആളുകളും പറയാറുണ്ട്. ഇല്ല സഹോദരങ്ങളെ, ആ നരകത്തിലെ തീ എന്നാൽ കടുത്തതാണ്, സഹിക്കാൻ സാധിക്കുകയില്ല. ആ നരകത്തിന്റെ അവസ്ഥ അല്ലാഹു പറഞ്ഞതുപോലെ ദൂരെ നിന്ന് അതങ്ങനെ ആർത്തിരമ്പി വരും, അട്ടഹസിക്കും, അതിന്റെ ഗർജനമുണ്ട്, അതിങ്ങനെ പൊട്ടിപ്പിളരുമാറ് ആയിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ആ നരകത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ധാരാളക്കണക്കിന് നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രിയമുള്ളവരെ, തൗഹീദാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് സ്വർഗത്തിന്റെ താക്കോൽ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. അതുപോലെ അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുക എന്നത് ഈ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാണ്. അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ശിർക്ക് ചെയ്താൽ ഒരു കാലത്തും ഈ കത്തിയേരുന്ന നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ചെറുതും വലുതുമായ ഏത് തിന്മകളെയും നാം ഭയപ്പെടണം. കാരണം ആ തിന്മകൾ നമ്മെ നരകത്തിലേക്ക് ചെന്നു പതിപ്പിക്കും. ആ നരകമെന്നത് നിസാരമല്ല, ആ നരകമെന്നത് നിസാരമല്ല പ്രിയമുള്ളവരെ. അതാണ് ഈ കൊടും വേനലിൽ, ഈ ചൂടിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ചൂട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കുറച്ചു നേരം ഒന്ന് വെയിലത്ത് നിന്നാൽ, കുറച്ച് നടന്നു കഴിഞ്ഞാൽ, വെയിലത്ത് ചൂടത്തൊന്ന് നടന്നാൽ, ഒരൽപ്പം തണലിലേക്ക് ഒന്ന് ആശ്വസിക്കാൻ, ഒരിച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ സഹോദരങ്ങളെ, പരലോകത്ത് നരകത്തിൽ ചെന്നു പതിച്ചാൽ ആ നരകാവകാശികളും ആലോചിക്കും ഒന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, ഒന്ന് ആ നരകത്തിൽ വെച്ച് പാനീയം, വെള്ളം കുടിക്കാൻ, വിശപ്പടക്കാൻ അവരും ആഗ്രഹിച്ചു പോകും. നമുക്ക് അല്ലാഹു ദുനിയാവിലിതാ ആയുസ് നൽകിയിരിക്കുന്നു. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ, നന്നാവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു അവസരം തന്നിരിക്കുകയാണ്. അല്ലാഹു ഇതാ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുന്നിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഉൾക്കാഴ്ചയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതിൽ ഗുണപാഠമുണ്ട്.
എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിനെ ധിക്കരിക്കാൻ തോന്നുമ്പോൾ, പാപങ്ങളിലേക്ക് മനസ്സ് മന്ത്രിക്കുമ്പോൾ, ഈ ചൂട് അതല്ലെങ്കിൽ കൊടും ശൈത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ നരകശിക്ഷ, ആ നരകം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സഹോദരിമാരുടെ ശരീരത്തിൽ അണിഞ്ഞ പർദയും ഹിജാബും വലിച്ചെറിയിക്കാൻ ആളുകൾ പ്രയത്നിക്കുമ്പോൾ ചിന്തിക്കുക, ദുനിയാവിലെ ഇഹലോകത്തെ ഒരൽപ്പം ചൂട് സഹിച്ചാലും സഹോദരിമാരെ, നാളെ റബ്ബ് ഒരുക്കി വെച്ച ആ നരകത്തിലെ ചൂട് അത് സഹിക്കാൻ സാധിക്കുകയില്ല. അതിനേക്കാൾ എളുപ്പമാണ് ദുനിയാവിലെ ഈ ചൂട് സഹിക്കുക എന്നുള്ളത്. ഇവിടെ ഒരൽപ്പം ചൂട് സഹിച്ചാൽ, ഇവിടെ ഒരൽപ്പം വിയർത്താൽ, ഇവിടെ ഒരൽപ്പം പ്രയാസം സഹിച്ചാൽ, നമ്മുടെ അംഗലാവണ്യം അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് മറച്ചു വെച്ചാൽ, നാളെ സ്വർഗത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ച സുഖലോലുപതയിൽ ജീവിക്കാം. അതല്ല അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ കാറ്റിപ്പറത്തിയാൽ, പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ കാത്തിരിക്കുന്നത് ഈ കടുത്ത നരകശിക്ഷയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പല കാരണങ്ങളും സ്വീകരിക്കുന്ന നാം, ഞാനും നിങ്ങളും, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങൾ എന്തേ സ്വീകരിക്കാത്തത് എന്ന് എന്നോടെന്നതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കരയുകയുണ്ടായി. ഈ കരച്ചിൽ കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പെണ്ണെ, നീ എന്തിനാണ് കരയുന്നത്? ആ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാനും കരയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ദക്കർതു ഖൗലല്ലാഹി അസ്സ വജല്ല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ. അല്ലാഹുവിന്റെ കിതാബിലെ സൂറത്തു മറിയമിലെ ആയത്ത് ഓർത്തപ്പോഴാണ് ഞാൻ കരഞ്ഞത്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവുകയില്ല എന്ന ആയത്ത് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലാ അദ്രി അൻജു മിൻഹാ അം ലാ, എനിക്കറിയില്ല ഞാൻ രക്ഷപ്പെടുമോ അതല്ല നരകത്തിൽ പതിക്കുമോ. ഇതാലോചിച്ച്, ഇതോർത്ത്, ഇത് ചിന്തിച്ചതുകൊണ്ട് കരഞ്ഞുപോയതാണ് എന്ന് അദ്ദേഹം ഭാര്യയോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മളെപ്പോഴെങ്കിലും നരകത്തിലെ തീ, നരകശിക്ഷ, നരകത്തിന്റെ വക്കിൽ വരേണ്ടവരാണ് എന്നോർത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. ഓരോരുത്തരും വരും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്നാണ് റബ്ബ് പറഞ്ഞത്. നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു അത്. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല എന്ന ആയത്ത് സഹാബിയെ കരയിച്ചുവെങ്കിൽ നമ്മൾ എത്ര കരയണം, നമ്മൾ എത്ര ചിന്തിക്കണം, നമ്മൾ എത്ര ഗൗരവത്തിൽ ആലോചിക്കണം. ആ നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടുമോ, ആ നരകത്തിലേക്ക് പതിച്ചു പോകുമോ എന്ന ഭയം നമ്മെ അലട്ടിയിട്ടുണ്ടോ? നാം ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ മുഅ്മിനീങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും
നരകത്തിയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കാത്തുകൊള്ളുക. അള്ളാഹുവിന്റെ ഗുണകാംക്ഷയോടെയുള്ള വിളിയാണ് മുഅ്മിനീങ്ങളോട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങളെയാണ് ഈ വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ഖൂ അൻഫുസകും, അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കാക്കുക. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും. നമ്മൾ നന്നാവുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നന്നാക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. നരകത്തിയിൽ നിന്നും കാത്തുകൊള്ളാൻ, രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. കാരണം നരകമെന്നത് കെട്ടുകഥയല്ല, ആരെങ്കിലും മെനഞ്ഞെടുത്ത കഥകളല്ല. അള്ളാഹു പറയുന്നു വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ മനുഷ്യരും കല്ലുകളുമാണ് ഇന്ധനം. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്നതാണ് ആ നരകം. അലൈഹാ മലായികത്തുൻ, ആ നരകത്തിൽ മലക്കുകളുണ്ട്, അതിന്റെ പാറാവുകാർ. ഗിലാദുൻ ശിദാദുൻ, പരുക്കന്മാർ, കഠിനഹൃദയരായ ആളുകൾ. അങ്ങനെയുള്ള പാറാവുകാരായ മലക്കുകളെയാണ് അല്ലാഹു അതിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് കൽപ്പിച്ചത് ഒരു കാരണവശാലും അവർ ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ്. നരകാവകാശികൾ, നരകത്തിൽ പതിച്ച ആളുകൾ, നരകത്തിൽ ചെന്നു പതിച്ച ആളുകൾ, ആ നരകത്തിൽ വെച്ച് അട്ടഹസിക്കുന്ന അട്ടഹാസം അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നരകത്തിൽ വെന്തെരിയുമ്പോൾ ഒന്ന് മരിപ്പിക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ നിന്റെ റബ്ബിനോടൊന്ന് പറയണേ എന്ന് നരകത്തിന്റെ പാറാവുകാരനായ മാലിക്കിനോട് വിളിച്ചു പറയുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധാരാളക്കണക്കിന് ആയത്തുകൾ, ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഈ ചൂട്, വേനൽ ചൂട് എന്നത് നരകം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു, അതിനേക്കാൾ അതിന്റെ 10 മടങ്ങ് അല്ല, അതിന്റെ 1000 മടങ്ങ് നരകത്തിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മുന്നൊരുക്കം നാം നടത്തേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ദുനിയാവിലെ ചൂട് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും. ഇത് നരകത്തിലെ ഒരു നിശ്വാസം മാത്രമാണ്. കടുത്ത ചൂട് എന്നത് നരകം ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടതാണ്. അതിന്റെ അകത്തളമെന്നത് നമ്മൾ കേട്ടു അല്ലാഹുവിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. മരണം വരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, നമ്മുടെ ജീവിതം നന്നാക്കാൻ, റബ്ബിന് തൃപ്തികരമായ ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം നരകം ഹഖാണ്, സ്വർഗം ഹഖാണ്. നരകവും സ്വർഗവും പരമ യാഥാർത്ഥ്യമാണ്. നരകത്തിൽ ശിക്ഷകൾ, തേങ്ങലുകൾ, അട്ടഹാസം മാത്രമാണ്. സ്വർഗത്തിൽ സുഖങ്ങളും സുഖാനുഭൂതികളും സന്തോഷവും മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവരെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشف مرضانا ومرضى المسلمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.